ഞാൻ ഡോക്ടർ MP മണി. ഇപ്പോൾ പുറത്തിറങ്ങിയാൽ കാണുന്നൊരു കാഴ്ച ഒരുപാട് പേര് ചുമച്ചുകൊണ്ട് നടക്കുക. സത്യം പറഞ്ഞാൽ കേരളം ചുമച്ചുകൊണ്ട് നടക്കുന്ന പോലെ ഒരു തോന്നലാണിപ്പം. അത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആൾക്കാരിൽ ഒരുപാട് പേര്. അപ്പോൾ ഇവരൊക്കെ പറയുന്നൊരു ഭാഷയുണ്ട്, ഒരുപാട് മരുന്ന് കഴിച്ചത് കുറയുന്നില്ല, കുത്തി കുത്തി ഇങ്ങനെ ചുമയ്ക്കുക എന്ന് പറയും. ഈ കുത്തി കുത്തി ചുമയ്ക്കുക എന്ന് പറയുന്നത് ഡ്രൈ കോഫാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് ചുമച്ചതല്ലാതെ പുറത്തേക്ക് കഫമോ അല്ലെങ്കിൽ കൊഴുത്ത ദ്രാവകങ്ങളോ ഒന്നും വരാനില്ല. അപ്പോൾ തൊണ്ടയിലൊരു അസ്വസ്ഥത ഉണ്ടാകുന്നു, ചുമയ്ക്കുന്നു, കുത്തി കുത്തി ചുമക്കുക ഇതാണ് പറയുന്നത്. അപ്പോൾ വൈദ്യശാസ്ത്രത്തിൽ അതിന് അൺപ്രൊഡക്റ്റീവ് കഫ് എന്നാണ് പറയുന്നത്. കാരണം ശ്വാസകോശം വളരെ പെർഫെക്റ്റാണ്. ഇവരോട് നീട്ടി ശ്വാസം എടുക്കാൻ പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. കാരണം ശ്വാസകോശത്തിൽ തടസ്സങ്ങളില്ല. അവിടെ മ്യൂക്കോസോ മറ്റേ കഫമൊന്നും ഇല്ല. വളരെ സേഫാണത്. എന്തുകൊണ്ട് സംഭവിക്കുന്നത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ കിട്ടുന്ന മറുപടികൾ പലപ്പോഴും അത് അലർജിയാണ്, ആസ്മയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് ആണ്. പിന്നെ കുറേ മറുപടികൾ കിട്ടും. ചിലർ അത് അസിഡിറ്റിയുടെ ഭാഗമാണെന്ന് പറയും. ഈ റിഫ്ലക്സ് മറ്റേ ഗർഡെന്നൊക്കെ പറയും, ഗ്യാസ്ട്രോഎസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ്, അതിൻ്റെ ഭാഗമാണെന്ന് പറയും. എന്തായാലും ചുമ മാറില്ല. അതാണ് എൻ്റെ ഏറ്റവും രസകരമായ കാര്യം. ഒരുപാട് നാളായി, മാസങ്ങളായി ചുമച്ച് നടക്കുന്നവരുണ്ട്. ഇത് ഈ ഇത്തരം മരുന്നുകൾ അവിടെ ഫലപ്രദമാകുന്നില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ അറിയിപ്പാണ് ഈ ചുമ മാറാതിരിക്കുന്നത്. ഇത്തരം കേസുകളിൽ ഈ ചൂടുവെള്ളം വളരെ ഫലപ്രദമാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം, ഒരു 1/2 ഗ്ലാസ് വീതം ചൂടുവെള്ളം കുടിക്കുക. അപ്പോൾ ഈ വെള്ളം തിളപ്പിക്കുമ്പോൾ ഈ ഇഞ്ചി ചതച്ചിട്ട് തിളപ്പിക്കുന്നതാണ് നല്ലത്. കാരണം നീർക്കെട്ട് കുറയാൻ ഏറ്റവും ഫലപ്രദമായി തെളിയിക്കപ്പെട്ട ഔഷധമാണ് ഇഞ്ചി. അത് വെറുതെ ഇല്ലെങ്കിൽ ഇഞ്ചിയിട്ട് കടിഞ്ചായ ഉണ്ടാക്കി കുടിക്കാം. അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ സംവിധാനങ്ങളുണ്ട് നമുക്ക് വളരെ വീട്ടിൽ ചെയ്യാവുന്നത്. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പാരമ്പര്യ ചികിത്സയുടെ കാര്യത്തിൽ, പാരമ്പര്യമായി കൈകാര്യം ചെയ്യുന്ന കുറേ മരുന്നുകളുടെ കാര്യത്തിൽ, നാട്ടറിവുകൾ, ചികിത്സാരംഗത്തുള്ള നാട്ടറിവുകളുടെ കാര്യത്തിൽ ഒരുപാട് സമ്പന്നമാണ് നമ്മുടെ കേരളം. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഈ ഒരുപാട് രോഗങ്ങൾക്ക് ചികിത്സ നമ്മുടെ അമ്മയമ്മമാരൊക്കെ ഈ അടുക്കളയിൽ തന്നെ തയ്യാറാക്കുമായിരുന്നു. കുരുമുളകിട്ട് കഷായം വയ്ക്കുക, മറ്റേ ചുക്ക് കാപ്പി ഉണ്ടാക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു. ആരും ഒന്നും ആശുപത്രിയിൽ അധികം പോകാറില്ലായിരുന്നു, പ്രത്യേകിച്ച് ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക്. ഇപ്പോൾ ഈ ചെറിയ പ്രശ്നങ്ങൾ ഗൗരവമുള്ള പ്രശ്നങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. ചുമ പിടിച്ചാൽ മാറുന്നില്ല, അതാണ് പ്രശ്നം. പണ്ടത്തെ പ്രശ്നമൊന്നെല്ലാം മാറുമായിരുന്നു, ഇപ്പോൾ മാറുന്നില്ല. അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ പ്രതിരോധശേഷി ഏറെക്കുറെ തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിത ശൈലിയിൽ വന്ന പ്രശ്നങ്ങളുടെ ഭാഗമാണ്. നമ്മുടെ മനോഭാവത്തിൻ്റെ മാറ്റമാണ്. നമ്മുടെ ആഹാരത്തിലും ജീവിതശൈലിയിലൊക്കെ നമ്മുടെ മനോഭാവം ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണത്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നാട്ടറിവുകളുടെ കാര്യത്തിലാണ്. ഈ ഒരുപാട് നാട്ടറിവുകളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ആരും കൈകാര്യം ചെയ്യുന്നില്ല. കൈകാര്യം ചെയ്യുന്നില്ല. പണ്ടത്തെ നമ്മുടെ പ്രഗത്ഭരായ ആയുർവേദ ആചാര്യന്മാർ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ അറിവ് എന്താണെന്ന് വെച്ചാൽ, ശർക്കരയും മോരും കൂടി തിളപ്പിച്ച് അതിൽ തിപ്പലിപ്പൊടി ചേർത്ത് കഴിച്ചാൽ ചുമ മാറുമെന്നാണ് പഴയ നാട്ടറിവുകളിൽ പറയുന്നത്. ഞാനിത് കഴിച്ചു നോക്കിയിട്ടില്ല, ആർക്കും കൊടുത്തിട്ടുമില്ല. പക്ഷെ നാട്ടറിവുകൾ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ആയുർവേദ കോളേജുകളുണ്ട്, ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്, ജില്ലാ ആശുപത്രികളുണ്ട്, ആയുർവേദ രംഗത്ത് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇത് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചാൽ വലിയ പരിതാപാവസ്ഥ കാര്യം പറയാൻ. ഞാൻ പണ്ടൊരു പുതിയ ആസ്മയുടെ കാര്യത്തിൽ ആസ്മയ്ക്ക് കാരണം അലർജിയല്ല എന്നൊരു സിദ്ധാന്തം അവതരിപ്പിച്ചപ്പോൾ ഇവരെല്ലാവരും കൂടി കിട്ടാതെ അട്ടിമറിക്കാൻ ഒരു ഗവേഷണം തന്നെ നടത്തി. ഇവിടെ ഞാനൊരു പഴയ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരനാണ്. അപ്പോൾ ഏത് അറിവ് കിട്ടിയാലും അത് പരീക്ഷണസിദ്ധമായി തെളിയിക്കാൻ ഒരു ശ്രമം നടത്തണം. എന്നാലേ അത് ഈ വിശ്വാസ്യത വരുള്ളൂ, പറയുന്നവർക്കും കേൾക്കുന്നവർക്കും. അങ്ങനെ വേണം, പിന്നെ തെളിവ് വേണം. അത് നമുക്കിപ്പോൾ ഒരു വിഷയമില്ലാത്ത കാര്യമാണ്. കാരണം ഇത്തരം പരീക്ഷണങ്ങൾ ഒരു മരുന്ന് പരീക്ഷണമായി എടുക്കാനില്ല. കാരണം ഇതൊരു അപകടം ഉണ്ടാക്കുന്നതല്ല, ഒരു ശർക്കര ഒരു തരത്തിലും അപകടം ഉണ്ടാക്കുന്നതല്ല. നാട്ടറിവുകളിൽ ചുമ മാറും എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്.
കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചാകാം. പക്ഷെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. അപ്പം എനിക്ക് ഇവിടുത്തെ ആയുർവേദ ആചാര്യന്മാരോട് പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങൾ ഈ സ്ഥാപനങ്ങളിൽ ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഗവേഷണ സ്ഥാപനങ്ങളിൽ, ആയുർവേദ കോളേജുകളിൽ, ജില്ലാ ആശുപത്രികളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടുത്തെ ഡോക്ടർമാർക്ക് ഇങ്ങനെ ചെറിയ പഠനങ്ങളൊക്കെ നടത്താം. ഈ കുത്തി കുത്തി ചുമ എന്ന് നാടൻ ഭാഷയിൽ കുത്തി കുത്തി ചുമയ്ക്കുന്നു എന്നാണ് പറയുന്നത്. ഇവരിൽ കുറേ പേർക്ക് ഇത് മാത്രം കൊടുത്തു നോക്കുക. മറ്റു കുറേ പേർക്ക് നിലവിലുള്ള മരുന്നുകളുടെ കൂടെ ഇത് കൊടുക്കുക. അപ്പോൾ എന്ത് മാറ്റം വരുന്നു എന്ന് നമുക്കൊന്ന് പഠിക്കാവുന്ന, വളരെ ഇതിന് വലിയ സാമ്പത്തിക ബാധ്യത വരുന്നേയില്ല. ഇത് ഒന്ന് ശ്രമിച്ചു നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ആയുർവേദത്തിൻ്റെ പ്രസക്തി നമ്മൾ ഇന്ന് കണ്ടെടുത്തുന്നാവില്ല. ഒരുപാട് മുന്നോട്ട് പോകും, ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകും. അതിനുള്ള സാധ്യതകൾ ഇന്നുമുണ്ട്. പക്ഷേ എനിക്കുണ്ടായ അനുഭവം വളരെ വേദനാജനകമാണ്. ഒരു പുതിയ സിദ്ധാന്തം അട്ടിമറിക്കാനാണ് ഇവർ നേതൃത്വം കൊടുത്തത്. അതിന് ഒരു ഗവേഷണം നടത്തി. കാരണം ഇല്ലാത്ത നിയമങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ. ഇത് ഗവേഷണ കൗൺസിലിൻ്റെ എല്ലാ നിയമങ്ങളും വായിച്ച് പഠിച്ചതിന് ശേഷമാണ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ HOD അത് സ്വീകരിച്ചത്. അപ്പോൾ അതിന് അട്ടിമറിക്കണമെങ്കിൽ എന്തൊക്കെ കഷ്ടപ്പാടെന്ന് ആലോചിച്ച് ആ കഷ്ടപ്പാടൊക്കെ അവർ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ സംസ്കാര മാധ്യമമാരാണ് ആയുർവേദക്കാർ. ഈ പരസ്പരം പാര വെക്കുക. പുതിയ അറിവുകൾ ആരെങ്കിലും പറഞ്ഞാൽ അത് കൂട്ടമായിരുന്ന് ചർച്ച ചെയ്യണം, കൂട്ടായിരുന്നിട്ട്. അതാണ് വേണ്ടത്. പുതിയ പഠനങ്ങൾ നടത്തണം. അട്ടിമറി കൊണ്ട് ശാസ്ത്രത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അറിവുകൾ അട്ടിമറിക്കുക എന്നുകൊണ്ട് രാജ്യദ്രോഹമാണ്, ജനദ്രോഹമാണ്, ജനവിരുദ്ധമാണ്. അത് വലിയ വിഷയമാണ്. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് ഇതൊരു പഴയ അറിവാണ്. സിമ്പിൾ. ശർക്കരയും മോരും കൂടെ തിളപ്പിച്ച് അതിൽ തിപ്പലി പൊടിച്ച് ചേർത്ത് കുടിക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് ഞാനീ പറയുന്നത് കേട്ട് ആരും പരീക്ഷിക്കാനൊന്നും പോകണ്ട. കാരണം ഇത് പരീക്ഷണസിദ്ധമായി തെളിയിച്ചിട്ടില്ല. തെളിയിക്കാവുന്നതാണ്. അതാണ് പറയാനുള്ളത്.